എവിടെ ഒരു മിസ്സിങ് ഉണ്ടല്ലേ? അത് ബില്ലുണ്ടെങ്കിലും വേറെ പുസ്തകത്തിൽ കണക്ക് കൃത്യമായിട്ട് എഴുതിയിടണം. അപ്പം ബില്ല് പോയാലും കണക്കറിയാം. അത് ആടെ പറയാ. ആ നമുക്ക് വന്നാ കൊള്ളാം. അച്ഛനൊരു ചായക്ക് വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നു. പിന്നെ ഹലോ, ആര്? കേശുവാ? നിങ്ങളാര്? ആണോ? ഞാൻ കേശുവിൻ്റെ അച്ഛൻ. ആ ഞാൻ 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 എന്ത് ചെയ്യണമെന്നാ? ഞാനൊരു ഇഞ്ചിനീയർ നിൽക്കണം വെച്ച്. കേശുവിന് എന്തിന്? ഓ ഓ എന്നെ മോൻ തന്നെ വിളിക്കാം. അപ്പം കേശുവിനെ വിളി. ഏതരമ്മച്ചി നീ എന്തിനാണ് അവർക്ക് എൻ്റെ നമ്പർ കൊടുത്തത്? അച്ഛൻ ഫോൺ ഉണ്ടാ അച്ഛാ? ആ ഹലോ, ആരാണ് മനസ്സിലായില്ല? ഓ ആ അമ്മച്ചി, ആ അമ്മച്ചി നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് അല്ലേ? ഓ അതവിടെ വന്നിട്ടുണ്ട്, അങ്ങോട്ട് ചെന്നാൽ മതി, കിട്ടും. ഓ കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. കിട്ടുമെന്നാ? അമ്മച്ചി ചെല്ലി അവിടെ ഉണ്ടെന്ന്. ആ ഇത്തവണ കിട്ടും. ആ അടുത്ത ആഴ്ച വരാൻ പറയൂല. ചെല്ല്. ശരി അമ്മച്ചി. എൻ്റെ പൊന്നച്ചാ കഷ്ടം തന്നെ കേട്ടോ ഇത് കാര്യം. സംഭവം എന്തോ അറിയൂ, അമ്മച്ചി 2-3 ആഴ്ചയായിട്ട് ഈ വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി അവിടെ കയറി ഇറങ്ങി നടക്കുകയാണ്. നമ്മൾ വരുമ്പോൾ പറയാം അടുത്ത തവണ വരാൻ പറയും. അപ്പം ഇത്തവണ സാധനം റെഡിയായെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി ചോദിക്കണ് നീ വരുമ്പോൾ ഇനി അടുത്ത ആഴ്ച വരാൻ പറയൂ. നീ എന്തിനാ ഈ അമ്മച്ചിക്ക് എന്നെ നമ്പർ കൊടുക്കണത്? എന്റെ നമ്പർ കൊടുത്തിട്ട് അത് ഞാൻ ഈ എല്ലാവരുടെയും ഇപ്പം മുടിയൻ ചേട്ടൻ്റെയും ലച്ചുവച്ചിയുടെ നമ്പറാണല്ലോ ഇപ്പൊ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇവർക്ക് ഭയങ്കര തലവേനയാണല്ലോ. അപ്പൊ ഇവരുടെ കുറച്ച് തലവേന അച്ഛനും കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇവരുടെ കുറച്ച് തലവേന അമ്മയ്ക്ക് കൂടെ കുറച്ച് തലവേന ഇരിക്കട്ടാ. അവളെ നമ്പർ കൂടെ കൊടുക്കും. അതേ ഞാൻ അതും കൊടുക്കും. അമ്മ നിന്നെ 4 വലിച്ചു കീറും. വലിച്ചു കീറിയാലും കുഴപ്പമില്ല, ഞാൻ കൊടുക്കും. ഒരു കാര്യം ചെയ്യും, നിന്റെ ഡിജിറ്റൽ സേവ പദ്ധതിന്ന് എന്റെ നമ്പറൊക്കെ ഒഴിവാക്ക്. ഇത് നിന്റെ അമ്മേന്റെ നമ്പർ കൂടാ. അവള് പറയണമെങ്കിൽ ഞാൻ ചോദിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ തൽക്കാലത്തിന് 6 നമ്പർ ഒഴിവാക്കാൻ പറ്റത്തില്ല. അതെന്ത് നിർവാഹമില്ല? ഇപ്പൊ ഇത്രയും നാളായിട്ട് നീ അച്ഛന്റെ നമ്പർ ആർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ കിട്ടിയ ഗ്യാപ്പിൽ ഉഷി ചേച്ചി വഴി അച്ഛന്റെ നമ്പറും കൂടെ എല്ലാവർക്കും കൊടുത്തു തുടങ്ങിയല്ലേ? കൊള്ളാം. അതെ, നിങ്ങൾ എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ തത്തിക്ക് കുറ്റം പറയാതെ എനിക്കൊരു ഫോൺ മേടിച്ചതാ പ്രശ്നം തീർന്നില്ലേ? നിന്റെ നമ്പർ എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാവണുണ്ട്. ഇവിടെ എടുത്താ പൊങ്ങാത്ത ടാസ്ക് ഒക്കെ തന്നിട്ട് നിനക്ക് നൈസായിട്ട് ഫോൺ മേടിച്ചെടുക്കണം അല്ലേ? കുറച്ചു ദിവസമായി പരിപാടി തുടങ്ങിയിട്ട്. അത് അവസാനിപ്പിച്ചേ പറ്റൂ. ഉള്ള വഴി എന്റെ കയ്യിലുണ്ട്. എന്ത് വഴി? എനിക്കറിയില്ലടി എന്ത് വഴി. ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തോന്ന് വഴി? വഴികളുണ്ട്. അതെ, എന്നെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തണല്ലേ, അത് ഒഴിവാക്കാൻ ഞാനും ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. എന്തോന്ന് വെച്ചാ പറയണേ? എന്ത് വഴിന്ന്? അതിപ്പോ തൽക്കാലം ഞാൻ പറയുന്നില്ല. ഞാൻ എല്ലായിടത്തുമായിട്ടൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ ക്ലയൻസിനെ വല്ല ആരെങ്കിലും തെറി വിളിച്ച അമ്മച്ചിയാണ് 3 പേരുടെ ഫോൺ ജന്മത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയായി കളഞ്ഞ്. ഇത് പറയണത് കേസാണ്, ഓർമ്മ വെച്ചോ. പിന്നെ നീ ചെയ്യും കാണടാ. ഇനി ഫോണ് എന്റെ കയ്യിൽ ഞാൻ തറ വയ്ക്കൂല. അതെന്നും പറഞ്ഞ അവന്റെ ഭീഷണിക്ക് നമ്മൾ വഴങ്ങണോ? ഞാൻ പറഞ്ഞ ചെയ്യും. ഞാനൊരു കാര്യം പറയാം, ഈ ചെറുക്കനെ മര്യാദയ്ക്ക് നിരക്ക് നിർത്തിക്കോട്ടാ. ഇല്ലെങ്കിൽ അച്ഛന തന്നെ ദോഷം അല്ല. പിന്നെ തരാം. അത്ര നോക്കാൻ വലിയ ഭംഗിയിരിക്കണം അതിൽ. കളക്കണത്തിന്റെ അച്ഛ എഴുതും. അതാ ഞാൻ ചോദിച്ച കള്ളക്കണക്കാണോ?